മോർണിംഗ്. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് തക്കാളി പച്ചടി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ആദ്യം തന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് അങ്ങോട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക. ഇതൊന്ന് അടച്ച് വെച്ച് ചെറു തീയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് ഒന്ന് നന്നായി അരച്ചെടുക്കാം. അതിനാദ്യം കുറച്ച് തേങ്ങയും ആവശ്യത്തിന് ജീരകം, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് എടുത്തത്. നിങ്ങൾക്ക് എത്രയാണ് എരിവ് ആവശ്യം അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അത് പിന്നെ പുളിപ്പിന് ആവശ്യമായിട്ടുള്ള തൈര്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. കറി ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റാവുന്നതാണ്.